ഹായ്, എല്ലാവർക്കും വേണ്ടി ഒരു നല്ല നമസ്കാരം. വെള്ളാൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് അക്കൂണ പാർക്കിലാണ്. ഈ അക്കൂണ പാർക്കിൽ നിങ്ങളെ കുറച്ച് കാഴ്ചകൾ എനിക്ക് കാണിക്കാനുണ്ട്. നമ്മൾ ഒന്നിച്ച് നമുക്ക് കടന്നു പോവാം, നമുക്ക് ഒന്നിച്ച് കാണാം. വാ. നമ്മൾ വന്നിരിക്കുന്നത് അക്കൂന പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. ഇത് പാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്കല്ല, പക്ഷെങ്കിൽ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ എനിക്ക് കാണിക്കാനുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വിശേഷങ്ങൾ ഇവിടെ നിന്ന് അറിയാനുണ്ട്. അല്ല, നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ പറയുന്ന ഒന്നും പുതുമയായിരിക്കത്തില്ല. എങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ അവർക്കിതൊരു വലിയ നല്ല കാഴ്ചയായിരിക്കും. ഈ പാർക്കിനകത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ പെറ്റ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ പെറ്റിനെയും കൊണ്ട് ഇവിടെ വരാം. ഏത് പെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഡോഗാണ് അവർ വെച്ചിരിക്കുന്ന നിയമം. അതുകൊണ്ട് ഡോഗിനെയും കൊണ്ട് നമുക്ക് ലീഷ് ചെയ്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ചെയിൻ ഇട്ടിരിക്കണം, അതാണ് ഇവിടുത്തെ നിയമം. ഞങ്ങളിടയ്ക്ക് അങ്ങനെ വരാറുള്ളത് കൊണ്ട് ഞങ്ങൾക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പെറ്റ് ലവേഴ്സ് ആണെങ്കിൽ അത് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പെറ്റിനെ ഒരു ദിവസം ഒരു ഔട്ടിങ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ ഇത് നല്ല ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സൺഡേ സമയത്ത് ഉച്ചവരെ ഉള്ളൂ ഈ സ്ഥലം. ഇപ്പം ഇതിൻ്റെ ഈ ഷോപ്പുകൾ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനുള്ളിൽ നിങ്ങൾ വന്നു പോകണമെന്ന് മാത്രം. അതിൻ്റെ നിയമവലികളെല്ലാം ഇതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് അതിനകത്തെ നിയമങ്ങളെന്നുള്ളത്. ഇത്രയും ജനം വരുമ്പം അവരൊക്കെ അത് കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുമുണ്ട്. നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾ അതെല്ലാം അനുസരിക്കാറുമുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചിട്ട് അവരതെല്ലാം ഒരു പരിധി വരെ അവരനുസരിക്കും. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്താണ് ഇങ്ങനെ ഈ കടകളൊക്കെ ഒത്തിരി ഉള്ളതെന്നല്ലേ, ഈ ഫുഡ് പാൻറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പുകൾ എന്താണെന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള കൾച്ചറൽ ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് വിൽക്കുക ആൾക്കാർ. അപ്പം നമുക്കത് മേടിക്കാം. അതൊക്കെ കഴിക്കാനാണ് ഈ ആൾക്കാർ വരുന്നത്. ഫുഡുകൾ എല്ലാവരുടെയും കൈ കണ്ടില്ലേ, ഫുഡുകളുണ്ട്. എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും ഒരു കഴിക്കുന്ന സാധനം കാണാം. അത് എൻജോയ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ അവരുടെ പെറ്റ്സിന് ഒരു ഔട്ടിങ്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊരു സ്ഥലം, പിന്നെ അതേ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകേണ്ട സകല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ചീപ്പായിട്ടുള്ള കുറേ അധികം ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. Yeah, but all this stuff here is all made by hand. Okay. Those I make by hand. Yeah, okay. Kind of simple things, they're all made by hand. So this all are for what you're using for that? So I use, this one's pine. Okay. I either use the printing machine. Okay. Or, this is fractal burning, so it's using electricity going through the wood. Okay. Okay. Or the other process is like this here, where I use a calligraphy machine, which is like a soldering iron. Okay. Yeah. Yeah. Okay. So yours, that's a home business, is it? Yes. Okay. Yep. Okay. That's good. Hope you like. Yeah. Okay. So നിങ്ങൾക്ക് ഇവിടെ അവരുടെ വീടുകളിൽ ചെയ്യുന്ന സാധനമാണ്. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് ചെയ്യുന്നതാണ്. ഹസ്ബൻഡാണ് ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അവർ പ്രിന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ മേളിലാണ്. സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സംഗതികളും കിട്ടും. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. പഴയ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പം ചില സംഗതികളൊക്കെ ഒത്തിരി പഴയ സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പാർട്സുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പക്ഷേ നമുക്ക് പിന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവിടെ കിട്ടും. പലതിൻ്റെ പാർട്സുകൾ കിട്ടും. ചിലപ്പം അങ്ങനെ തന്നെ കിട്ടിയെന്നിരിക്കും. അപ്പം നമ്മൾ വന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത്. ഫോർക്ക്, നൈഫുകൾ. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാനും അപ്പച്ചന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടി ഇവിടെ ഇരിപ്പുണ്ട്, പ്രത്യേക ഹാൻഡിലൊക്കെ ഉള്ള. റൈസ് പോട്ട് ഓർ റൈസ് കാരിയർ? റൈസ് കാരിയർ. ഓക്കെ. നമ്മുടെ നാട്ടിലൊക്കെ അരിയിട്ട് സൂക്ഷിക്കുന്ന
പാത്രങ്ങളിൽപ്പെട്ട ഒരു സാധനമാണ്. ജപ്പാൻ മെയ്ഡാണെന്ന് അവർ പറയുന്നത്. ജപ്പാൻ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് പായും കൊണ്ടോ എങ്ങാണ്ട് ഉണ്ടാക്കിയിട്ട് അത് പോളിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വളരെ വെയിറ്റ് കുറവാണ്. സോ ഇങ്ങനെയുള്ള ആൻറ്റിക്കായിട്ടുള്ള ഐറ്റംസുകൾ ഇവിടെ ഒത്തിരി അവൈലബിൾ ആണ്. നമുക്കിവിടെ സെക്കൻഡ് ഹാൻഡ് ടൂൾസുകൾ നമുക്കിവിടെ കിട്ടും. ഒത്തിരി പഴയ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ടൂൾസുകളൊക്കെ നമുക്കിവിടെ കിട്ടും. നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതേ സാധനം അതിനേക്കാളും ക്വാളിറ്റി ഉള്ളതൊക്കെ നമുക്കിവിടെ വന്നാൽ നമുക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. ടൂൾ ബോക്സുകൾ കിട്ടാനുണ്ട്, പല സ്പാനേഴ്സുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പലതും പ്ലെയർ, അഡ്ജസ്റ്റബിൾ സ്പാനർ, കട്ടർ, ഒത്തിരി നമുക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീൻസുകൾ. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി വില കൊടുത്ത് മേടിക്കേണ്ട പല സംഗതികളും നമുക്കിവിടെ വന്നാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പഴയ ആക്സോ ബ്ലേഡ്സ്, വുഡ് കട്ടേഴ്സ്, ഇങ്ങനെ ഒത്തിരി സംഗതികളുണ്ട്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുമായിരിക്കും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് അവൈലബിൾ ആണ്. ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പ്രയോജനപ്പെടും. സോ വൂളിൻ്റെ ജാക്കറ്റുകൾ, സെറ്റേഴ്സ്, കാഡിഗണ് ഒക്കെ നല്ല രസമുള്ള ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ. സ്ത്രീകൾക്ക് തലയിലിടുന്നതാണെന്ന് തോന്നുന്നു. തലയിലിടുന്ന കുറേ ബാൻഡുകൾ എല്ലാം ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നേപ്പാളിൽ വന്ന് ഇറങ്ങുന്ന അതേ ഡിസൈൻസ് തന്നെയാണ്. ഫുൾ കോട്ടൺ ആണിത്. ഫുൾ കോട്ടൺ. ആൻറ്റിക്സ് ഇവിടെ കിട്ടും. ആൾക്കാർ സൂക്ഷിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും. പല സ്റ്റോറുകളും നമുക്ക് കാണാം ഇവിടെ. ആൾക്കാർ ആഹാരം കഴിച്ചുകൊണ്ട് നടക്കും, എൻജോയ് ചെയ്യുന്നൊരു ദിവസവും. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ മേടിക്കാൻ പറ്റുന്ന സമയമാണ് ഇതൊക്കെ. ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെയുള്ളതൊക്കെ മേടിച്ച് നമ്മുടെ ഭിത്തിയൊക്കെ നമ്മുടെ ഭിത്തികളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന എന്ത് നല്ല ഡിസൈൻ തന്നെ. ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു നല്ല ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. പല സ്മെല്ലുകളുള്ള സോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാഗ് വിൽക്കുന്ന വിവിധ ടൈപ്പ് ബാഗുകൾ, ഇതിനൊക്കെ പല പേരുകൾ കാണും, പല വിലകൾ കാണും. ഒരു അമ്മച്ചി സെല്ല് ചെയ്യുന്നതാണ്. അമ്മച്ചി തന്നെ പോട്ട് മേടിച്ച് അതിനകത്ത് പടങ്ങളൊക്കെ വരച്ച് ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. ഇങ്ങനെ ഓരോ ബിസിനസ്സുകളാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കി. ഓരോ പോട്ട് ഡിസൈൻ ചെയ്ത് വെറും നമ്മുടെ സാധാരണ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പോട്ടാണ് ഇതെല്ലാം. അതെല്ലാം അമ്മച്ചി തന്നെ ഇരുന്ന് അമ്മച്ചിയുടെ കലാവിരുതാണ് ഇതൊക്കെ. അപ്പം അത് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി വീടിനകത്ത് വെക്കുക. എന്ത് നല്ല വർക്കുകളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. വലിയൊരു പോട്ടാണിത്. അതിലൊക്കെ ഫ്ലവറുകളൊക്കെ പിടിപ്പിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെങ്കിൽ അതൊക്കെ പിടിപ്പിച്ച് അമ്മച്ചി സംഗതികൾ വിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇതെല്ലാം പഴയ ഒത്തിരി ഐറ്റംസാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യമുള്ളത് വരും. ഈ ഒരു ഫോണൊക്കെ നമ്മൾ കണ്ട കാലം മറന്നു. ഇതൊക്കെ എൻ്റെ ഒരു പഴയ ജീവിതത്തിൽ പോലും, പഴയ ഓർമ്മയിൽ പോലും ഇങ്ങനെയുള്ള ഫോണുകളില്ല. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ അന്യായ വില എത്ര ഉണ്ട്? $80 ഉള്ളൂ ഈ ഒരു ഫോണിന്. $80. Yeah, this is my wife and I. Oh, you and your wife. We sort of work with bonsais and crystals. Okay. Okay. പല കട്ടിംഗ് ബോർഡുകൾ ഡിസൈനായിട്ടുള്ളത്.
ഇത് ട്രാപ്പുകളാണ്. ആനിമൽസിനെയൊക്കെ പണ്ട് വൈൽഡ് ആനിമൽസിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ട്രാപ്പുകളും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേപ്പ് പെട്ടികൾ. ഇന്ന് തേപ്പെന്ന് ഉദ്ദേശിക്കുന്ന വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരും. പക്ഷേ പണ്ട് തേപ്പ് പെട്ടി എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. എല്ലാ ആൾക്കാരും അവരിവിടെ വരുന്നു, അവർ സന്തോഷിക്കുന്നു, അവർക്ക് വേണ്ട സംഗതികളെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നു. കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വരെയാണ് മാതാപിതാക്കൾ വരുന്നത്. അവരെല്ലാം എൻജോയ് ചെയ്യും. So what is that? This is handmade chili oil, Malaysian style. Okay. Make it ഇതൊരു ബിസിനസ്സാണ്. അവർ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ ചില്ലി ഓയിൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. അവർ മലേഷ്യക്കാരാണ് അവർ, പക്ഷേങ്കിൽ തമിഴരാണ്, ശ്രീലങ്കൻ തമിഴ്സാണ്. അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അവരൊരു ബ്രെഡിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നമുക്ക് അത് പരട്ടി തന്നു തരും, നമുക്ക് മുക്കിത്തരും, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം, ഓൺലൈനിൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഡാനിമോൾ അതൊന്നും അവൾക്ക് ഇച്ചിരി ഹോട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അത് മേടിച്ച് എൻജോയ് ചെയ്യുകയാണ്, നോക്കുകയാണ് ടേസ്റ്റ്. നല്ലതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ നല്ലതായിട്ട് അവൾക്ക് പറ്റും. അവളത് ടേസ്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവരോട്. അവർ ഞാൻ മലയാളത്തിൽ ബ്ലോഗ് ചെയ്ത സമയത്ത് അവർ ചോദിക്കുന്നു, എനിക്ക് അല്പം മനസ്സിലാവുന്നുണ്ട്, ഇതിന് മലയാളമാണോ എന്ന് ചോദിച്ചത് അവർ നമ്മളോട്. ഡാനിമോള് നല്ലൊരു ഷെഫിൻ്റെ ഇതോടുകൂടിയാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ അപ്പച്ചനും സ്വയം ഈ വുഡ് ക്രാഫ്റ്റുകൾ ചെയ്യുന്ന അപ്പച്ചനാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ ഡിസൈൻസ് കാണാം. വുഡ് ക്രാഫ്റ്റ് ആണ് ഇവിടെ. That's fine. Okay. So this is all you're a handmade or you're a... It's all made out of my shed. Oh, that's your shed. Okay. So you made in your shed this all. Yeah, everything on the table. Oh, that's good. That's good. Okay. So ഇതെല്ലാം തന്നെ അപ്പച്ചനെ തന്നെ ചെയ്യുന്നതാണ്. അവരുടെ പുള്ളിയുടെ ഹോം ഷെഡിൽ തന്നെ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഈ ആപ്പിളിൻ്റെയൊക്കെ ഒരു പാത്രത്തിൽ വെച്ചേക്കുന്ന ആപ്പിൾസ് ഉണ്ട്, മുഴുവൻ വുഡിൽ പോളിഷ് ചെയ്തിരിക്കുന്ന എന്ത് രസമാണ് നോക്കിയാൽ. എല്ലാ ഫ്രൂട്ടുകളിൻ്റെയും ഓരോ ടൈപ്പ് വുഡ് പോളിഷ് ചെയ്ത് അതേ കളറിൽ സ്റ്റോൺസ് പോലെ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പമ്പരമാണെന്ന് തോന്നുന്നു, കറക്കി വിടുന്ന സാധനം അത് തന്നെ. വാട്ട്സ് യുവർ നെയിം? Peter. Yeah. Okay. So Peter, this is your... അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കളെയൊക്കെ. അവർക്ക് നമ്മുടെ പട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പക്ഷെ ഒത്തിരി എൻജോയ് ചെയ്യാണ്. So Peter, this is your business, is it? Yep. And same time this is a hobby. Becoming a business. It's coming a business now. Yeah. It's a hobby. I'm getting older. I need something to do. Yeah. I'm actually a blacksmith by trade. Pardon? I'm a blacksmith by trade. Okay, you are blacksmith as well. Yeah. Okay. Do this as a hobby. It's a hobby. Okay. It's something that was easier and you don't get as dirty. You get dusty, but you don't get as dirty. Okay. So, yeah. So how much you spend for the tools? Oh, lots. Lots. Around. For the hobby only. For a hobby. Just over a period of time. Okay. So around $5,000, $7,000 for the $7,000. So ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആൾക്കാർ അവരുടെ ഹോബിക്ക് വേണ്ടി മാത്രം $7,000-8,000 ഒക്കെയാണ് മുടക്കുന്നത്. അതവരുടെ ഹോബിയാണ്. അപ്പോൾ തന്നെ അവർക്ക് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവർ വീട്ടിൽ ചുമ്മാതിരിക്കുന്നില്ല, അവർ ചുമ്മാതിരിക്കത്തില്ല ഒരു നിമിഷം പോലും. അതാണ് അവർ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ആരോഗ്യത്തിലും ഈ സമയത്ത് ഇരിക്കുന്നത്. I know this is a wrong question, but still I'm asking to encourage other people. What's your age? No? Nearly 80. Nearly 80. 80 years age old അപ്പച്ചനാണ്. 79 is correct. Which sounds better than 80. Still very young. Okay. When I tell people, they don't believe me. Yeah, okay. So ഇതാണ് 80-ാമത്തെ വയസ്സിലും ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ച് ബിസിനസ് ചെയ്യുകയാണ്. സോ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാം ഇതൊക്കെ കാണുമ്പോൾ. നമുക്കും ഇതൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു പീറ്റർ. താങ്ക് യു ഫോർ യുവർ ടൈം. Thank you. ബൈ. See you later. ക്രിസ്മസ് ഒക്കെ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഐറ്റംസ് വന്നു തുടങ്ങി.
അതുപോലെ തന്നെ അല്ലാത്തപ്പോഴും നമ്മുടെ ഷോക്കേസുകൾ വെക്കാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ ഐറ്റംസ് അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഇത് ഗരാജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗരാജ് ഡിസൈൻ ചെയ്യുന്നത്. ആൾക്കാർ പ്രായമുള്ളവരൊക്കെ അവരുടേതായ കുറേ പഴയ പടങ്ങളും ഒക്കെ വെച്ച് ഇതെല്ലാം മെറ്റൽ പ്ലേറ്റുകളാണ്. സോ ഒരു മെറ്റൽ പ്ലേറ്റ് ഓരോ ഡിസൈൻ ഉള്ളത് ഓരോ കാറിൻ്റെ ഷേപ്പ് ഉള്ളതൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇത് മേടിച്ച് നമ്മൾ ഗരാജിനകത്ത് വെച്ച് ആൾക്കാർ ഡിസൈൻ ചെയ്യും. അവരുടേതായ ഒരു ഹാർഡ് കോർ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല രസമാണ് അതൊക്കെ. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഉള്ള അവൈലബിൾ ആണ് ഇവിടെ. സോ കാണാൻ ഒത്തിരി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി പോട്ടുകളിൽ നിൽക്കുന്ന ചെടികൾ, പല ടൈപ്പ് ചെടികൾ അവൈലബിൾ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പോയി നമ്മുടെ വീടുകളിൽ വെക്കാൻ. ഇതൊരു ഡോഗിനെ കണ്ടു. സോ എനിക്കതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാം എൻ്റെ ബ്രീഡ് ഏതാണെന്നൊക്കെ. Okay. So it's a breed, it's a Bernese. Bernese. From Bern in Switzerland. Bernese. Okay, this is a mother and അമ്മയും മോളുവാ. പിന്നെ സൈസ് നോക്കിക്കേ, അതിൻ്റെ വലുപ്പം നോക്കിക്കേ. ഓക്കെ, ഇത് ബെർണേസ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ഞങ്ങളുടെ ഇരിക്കുന്നത് വളരെ ഇതുമായിട്ടും അതും അതിൻ്റെ സൈസ് തമ്മിൽ തന്നെ എന്ത് വ്യത്യാസം നോക്കി. ഗുഡ്. ഇത് കാരൽ എന്ന് പറഞ്ഞ അമ്മച്ചിയാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അമ്മച്ചി ചെയ്യുന്നത് ക്രോഷേ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. തുണിയും കൊണ്ട് നെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുകയാണ്. ക്രോഷേ എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ ഹുക്ക് എന്നാണ് അതിൻ്റെ പേര്. ആ ഹുക്ക് അമ്മച്ചി ചെയ്യുന്നതുകൊണ്ടോ ആ ഹുക്ക് വെച്ച് അമ്മച്ചി ആ മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കാണുന്ന ക്ലോത്തുകൾ. ഇത് അവിടെ ഒത്തിരി പേര് മേടിക്കും. അത് എന്ത് രസമാണെന്ന് വയ്ക്കുക അതിൻ്റെ ഡിസൈൻ കാണാൻ വേണ്ടി. അമ്മച്ചി കുത്തിയിരുന്നുണ്ടാക്കുന്നതാണ്. എന്നിട്ട് അമ്മച്ചി ഇവിടെ കൊണ്ടുവന്ന് അത് മാർക്കറ്റിൽ വയ്ക്കും. കുറേ പേരൊന്ന് മേടിക്കും. ഇത് ടേബിളിൽ ഇടാനും അതുപോലെ തന്നെ കട്ടിലിൽ കിടക്കുമ്പോൾ ഇവർ നമ്മുടെ ത്രോയ്ക്ക് പകരം ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇവിടെ ഒത്തിരി പേരത് മേടിക്കും. അതുപോലെ തന്നെ വീണ്ടും തുണിക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. കോട്ടൺ മെറ്റീരിയലുകൾ വിൽക്കുന്ന കടകളാണിത്. നേപ്പാൾ ക്ലോത്തുകളാണ് ഇവിടെയും അധികം ഉള്ളത്. ഇതൊത്തിരി ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടമാണ്. കാരണം കോട്ടൺ ആയതുകൊണ്ട്. ഇനിയും സമ്മർ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇനി ഈ മെറ്റീരിയലുകൾ അധികം ആൾക്കാർ മേടിക്കും. വിദേശികൾ പുറത്തോട്ട് പോകുമ്പം അവർ ഇങ്ങനെയുള്ള ഡ്രസ്സുകളിട്ടാണ് പോകാൻ ആഗ്രഹിക്കത്തുള്ളൂ. ഡാനിമോള് മാക്സിമം എൻജോയ് ചെയ്യാണ് റേയും കൊണ്ട്. അപ്പം വേണ്ട നമ്മുടെ ചെടികൾ വീണ്ടും ഞാൻ പറയുന്നു, ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്ത് രസമായിട്ടാണെന്നറിയാം ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാ ഫിനിഷ്ഡാണെന്നറിയാമോ? അത് നമ്മൾ കണ്ടാൽ തോന്നും ഇതെങ്ങനെ ഓരോ ലീഫും തുടച്ച് അവർ സൂക്ഷിക്കുന്നതാണോ എന്ന്. എന്ത് ഹെൽത്തി ആയിട്ട് അവർ ആ ചെടികളെ നിർത്തിയിരിക്കുന്നതെന്നറിയാമോ? നമുക്ക് മേടിക്കുമ്പോൾ തന്നെ അവരോട് ചോദിക്കാം ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് പോകാൻ. അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പം അപ്രകാരം തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ മ്യൂസിക് ടാലൻ്റ് ഉള്ളവരൊക്കെ മ്യൂസിക് ചെയ്യുകയും പാടുകയും ചെയ്യും. അങ്ങനെ കണ്ടെത്തിയ ഒരപ്പച്ചൻ പാടുന്ന സ്ഥലമാണിത്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പച്ചൻ പാടിക്കൊണ്ടിരിക്കും, ആൾക്കാരുടെ പാട്ട് കേട്ടോണ്ടിരിക്കും. പക്ഷേ അവിടെ ഒരു അമ്മച്ചിയുടെ ഡാൻസാണ് എന്നെ ആകർഷിച്ചത്. ആ അമ്മച്ചി ഏകദേശം ഒരു 75 വയസ്സോളം മേളിൽ തോന്നിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അമ്മച്ചിക്ക് അറിയാവുന്ന സ്റ്റെപ്പുകൾ, ഇത് ഏത് ഡാൻസ് ആണെന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഡാൻസ് അമ്മച്ചി എത്ര നേരം കൊണ്ട് ചെയ്യാന്നറിയാമോ? അമ്മച്ചിയുടെ കാല് കഴിക്കുന്നൊന്നുമില്ല. സോ അമ്മച്ചി ഇത് മാക്സിമം എൻജോയ് ചെയ്യുകയാണ് അവിടെ നിന്ന്. എന്നൊക്കെയോ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ ആൾക്കാരത് നോക്കി നിൽക്കുന്നുമുണ്ട്.
ഇങ്ങനെ ഈ ഡാൻസ് കളിക്കുന്ന ഒരു പക്ഷെങ്കിൽ അവരുടെ പാട്ട് പാടുന്ന പുള്ളിയുടെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പുറത്തുനിന്നുള്ളവരായിരിക്കാം. അവരും വന്ന് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യും. അവരുടെ CD-കൾ അവിടെ വിൽക്കാൻ കാണും. നിങ്ങൾ എൻ്റെ പുറകെ കാണാം, ടേബിൾ കാണാം, അതിൽ വെച്ച് അവരുടെ ഈ പാട്ട് പാടുന്ന എല്ലാ CD-കളും പുള്ളി അവിടെ വെച്ച് തന്നെ വിൽക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ പാട്ടുകൾ വീട്ടിൽ പോയി കേൾക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. സോ അമ്മച്ചി അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഇനി ഡാൻസ് കളിക്കാൻ വേണ്ടി. അമ്മച്ചി മൊത്തം ഇന്ന് കളിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ എനിവേ അവർ ആ അമ്മച്ചിയെ കണ്ടാൽ അറിയാം, ഒരു 85 മേളിലുണ്ട് ഏജുള്ള അമ്മച്ചിയാ. പക്ഷെ സ്റ്റിൽ അവര് എൻജോയ് ചെയ്യാണ്. ഡോഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരെല്ലാരും കൂടെ ഇതാണ് ഇവിടുന്ന് ഏറ്റവും വലിയ നല്ല രസകരമായ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പെട്ടെന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അവർക്കത് ഇഷ്ടമാണ് നമ്മുടെ പട്ടികളെയൊക്കെ ഇങ്ങനെ കാണിക്കാനും അവരുടെ പട്ടിയെ കാണിക്കാനും അതിനെക്കുറിച്ച് ചോദിക്കാനും. പിച്ചാത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി സൈക്കിളിന്റെ വീലും പുറത്തിട്ടുണ്ട് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ മാറി, കാലം മാറി. ഇപ്പം വേണ്ട വണ്ടിയിൽ വന്ന് നിൽക്കുകയാണ്. ഏത് ടൈപ്പ് കത്തി കൊടുത്താൽ അവർ ഷാർപ്പ് ചെയ്ത് തരും. അതും പ്രത്യേക മെഷീനെ വെച്ച് അതിൻ്റെതായ അളവിലും ഗ്രേഡിലും ഒക്കെ ഷാർപ്പ് ചെയ്ത് കിട്ടും, ഗ്യാരണ്ടീഡ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അക്കൂണ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇവിടെ കഴിയുന്നിടത്തോളം നിങ്ങൾ വരാൻ ശ്രമിക്കണം. ഒരു ഡേ ഔട്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ഫുഡുകൾ എൻജോയ് ചെയ്യാം. ഡിഫറെൻറ്റ് കൾച്ചറുള്ള ഫുഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പല സംഗതികളും മേടിച്ചുകൊണ്ട് പോകാനുള്ള അവസരവും ഇവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരിക, നിങ്ങൾ കുടുംബമായിട്ട് വിസിറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് വലിയൊരു മാർക്കറ്റാണ്, വലിയ മാർക്കറ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സമയം നന്നായിട്ട് പോകും. ഇഷ്ടം പോലെ പാർക്കുണ്ട്, കാർ പാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെയും കൊണ്ട് ഇവിടെ വരാം. ഒത്തിരി പെറ്റ്സുകളെ കാണാം. നമുക്കതിൻ്റെ കൂടെ നിന്ന് നമുക്കതിനെ പാറ്റ് ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്യാം. അതിനൊക്കെ എല്ലാവരും അതിനെ അനുവദിക്കുന്നവരുമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ വളരെ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണിത്. നിങ്ങൾ വരിക ഒരു പ്രാവശ്യമെങ്കിലും. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ കടന്നു വരും. അതുവരെ എല്ലാവർക്കും വണക്കം.